ഇൻഫിനിക്സിൻ്റെ ഇൻഫിനിക്സ് നോട്ട് 11 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ട കാര്യം, ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ അമോലെഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഫോണാണ് ഇൻഫിനിക്സ് നോട്ട് 11 എന്ന ഫോൺ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഫിനിക്സ് നോട്ട് 11 എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. ആദ്യം നമ്മൾ ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫിനിക്സ് നോട്ട് 11 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. എടുത്തു പറയേണ്ട കാര്യം, ഈ ഫോണിൽ അമോലെഡ് ഡിസ്പ്ലേ ഉപയോഗിച്ചിട്ടുണ്ട്. 12,000 രൂപ പ്രൈസ് റേഞ്ചിൽ മറ്റൊരു ഫോണിലും നമുക്ക് അമോലെഡ് ഡിസ്പ്ലേ എന്നുള്ള ഫീച്ചർ കിട്ടുന്നില്ല. എന്നാൽ ഈ ഒരു ഫോണിൽ അത് വരുന്നുണ്ട്. അപ്പം അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഫോണിൽ കൂടിയ റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 Hz റിഫ്രഷ് റേറ്റുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. അത് വലിയൊരു കംപ്ലയിൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല, കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അവർ അമോലെഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ 150 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പഞ്ചോൾ ഡിസൈനും കാര്യങ്ങളൊന്നും ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടില്ല. ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലുള്ള നോച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏകദേശം 92% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണ് ഈ ഫോണിൽ വരുന്നത്. ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 750 നിറ്റ്സ് ആണ്. പിന്നെ ഫിംഗർ പ്രിൻറ് സെൻസർ ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 184.5 ഗ്രാമാണ്. അതുപോലെ തന്നെ തിക്നെസ് വരുന്നത് 7.9 mm ആണ്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് വരുന്നത്. പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ mediatekൻ്റെ helio G88 എന്നുള്ള പ്രോസസ്സറുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. 12,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം തരക്കേടില്ലാത്തൊരു പ്രോസസ്സറൊക്കെ തന്നെയാണ്. തരക്കേടില്ലാത്ത പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോണിൽ കിട്ടേണ്ടതാണ്. പിന്നെ ഈ ഫോണിൽ 4 GB റാമാണ് വരുന്നത്. 64 GB ഇൻറ്റേർണലും കൊടുത്തിട്ടുണ്ട്. LPDDR4Xൻ്റെ റാമാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. eMCP സ്റ്റോറേജ് ടൈപ്പാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൽ 5G സപ്പോർട്ട് ചെയ്യുന്നില്ല. മാക്സിമം 4G സപ്പോർട്ടാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. പിന്നെ ഈ ഫോണിൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ DTS HD സറൗണ്ട് സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ വരുന്നുണ്ട്. ആൻഡ്രോയിഡ് 11 ബേസ് ആയിട്ടുള്ള XOS സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 50 MP f1.6 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. രണ്ടാമത് 2 MP ഒരു ഡെപ്ത് സെൻസറും പിന്നെ മൂന്നാമത് ഒരു AI ലെൻസും കൊടുത്തിട്ടുണ്ട്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഒക്കെ ഉണ്ടെങ്കിലും അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും ഇതിൽ കൊടുത്തിട്ടില്ല. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ 16 MP f2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് ഈ ഒരു ഫോണിൽ വരുന്നത്. പിന്നെ ഈ ഫോണിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 12,000 രൂപ പ്രൈസ് റേഞ്ചിൽ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് എന്നുള്ളത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ Type-C ചാർജിങ് പോർട്ടുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു ഫോണിൻ്റെ വില വരുന്നത് 11,999 രൂപയാണ്. ഫ്ലിപ്കാർട്ട് വഴിയാണ് ഈ ഫോണിൻ്റെ സെയിൽ നടക്കുന്നത്. ഡിസംബർ 23 മുതലാണ് ഈ ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 12,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇൻഫിനിക്സ് നോട്ട് 11 എന്ന ഫോണിൽ വളരെ മികച്ച ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ് ഇൻഫിനിക്സ് നോട്ട് 11 എന്ന ഫോൺ. പിന്നെ ഈ ഒരു ഫോണിന് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷനായിട്ട് വരുന്ന ഫോണാണ് മോട്ടോ G31 എന്ന ഫോൺ. ആ ഒരു ഫോണിലും അമോലെഡ് ഡിസ്പ്ലേ ഒക്കെ തന്നെയാണ് വരുന്നത്. പിന്നെ ആ ഒരു ഫോണിൽ mediatekൻ്റെ helio G85 എന്നുള്ള പ്രോസസ്സറാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 20 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ ഇൻഫിനിക്സ് നോട്ട് 11 ചില അഡ്വാൻറ്റേജസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മോട്ടറോളയുടെ കാര്യം നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ആൻഡ്രോയിഡിന് അടുത്ത് വരുന്ന സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ആ ഒരു ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. എന്തായാലും നമ്മൾ ഓവറോൾ നോക്കുമ്പം 12,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇൻഫിനിക്സ് നോട്ട് 11 എന്ന ഫോണിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.